സിനിമയിൽ ഒരുമിച്ച് പ്രവർത്തിക്കുമ്പോൾ പ്രണയത്തിലാവുകയും പിന്നീട് വിവാഹിതരാവുകയും ചെയ്ത നിരവധി താരങ്ങൾ മലയാളത്തിലുണ്ട്. ജയറാം പാർവതി, ബിജു മേനോൻ, സംയുക്ത വർമ്മ, ദിലീപ്, മഞ്ജു വാര്യർ എന്നിവരെല്ലാം ഇത്തരത്തിൽ പ്രണയിക്കുകയും വിവാഹിതരാവുകയും ചെയ്തവരാണ്. ഒരു കാലത്ത് മലയാള സിനിമയിൽ ആഘോഷിക്കപ്പെട്ട ഈ പ്രണയ ജോഡികൾ എല്ലാം തന്നെ സംവിധായകർ കമലിൻ്റെ ചിത്രങ്ങളിൽ അഭിനയിക്കുമ്പോൾ പ്രണയത്തിലായവരാണെന്നാണ് മറ്റൊരു കൗതുകം. ഇപ്പോഴിതാ ഈ പ്രണയങ്ങളൊക്കെ താൻ എങ്ങനെ മനസ്സിലാക്കിയെന്ന് പറയുകയാണ് കമൽ. മധുരനൊമ്പരക്കാറ്റ് സിനിമയുടെ സമയത്താണ് സംയുക്ത ബിജു മേനോൻ പ്രണയം തുടങ്ങുന്നത്. അതിൻ്റെ തുടർച്ചയാണ് മേഘമൽഹാർ. ഇരുവരുടെയും പ്രണയം ആ സിനിമയെ സഹായിച്ചിട്ടുണ്ടാകും. സെറ്റിലെ പ്രണയങ്ങളൊക്കെ സാധാരണ ഞാനും ക്യാമറാമാനും ചേർന്നാണ് കണ്ടുപിടിക്കാറുള്ളത്. അവരുടെ ചില പെരുമാറ്റം കാണുമ്പോൾ തന്നെ നമുക്ക് സിനിമ തുടങ്ങിയാൽ ആർട്ടിസ്റ്റിനെ കാണുന്നത് കഥാപാത്രങ്ങളായാണ്. പ്രത്യേകിച്ച് ഈ സിനിമകളൊക്കെ കൈകാര്യം ചെയ്യുന്നത് പ്രണയകഥകളാണ്. അത് അവരെ സ്വാധീനിക്കുന്നുണ്ടാവും. അത് നമുക്ക് അറിയില്ലല്ലോ. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമുക്ക് കിട്ടും. ഈ 3 പേരും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ജയറാമിനോട് ഞാൻ അങ്ങോട്ട് ചോദിച്ചതാണ് എന്താണ് പ്രശ്നമെന്ന്. ദിലീപും മഞ്ജുവും എന്നോട് പറഞ്ഞിട്ടേയില്ല. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ലാൽ ജോസ് ഒക്കെ പറഞ്ഞിട്ടാണ് ഞാൻ അറിയുന്നത്. ബിജു സംയുക്ത കാര്യത്തിൽ ക്യാമറാമാൻ സുകുമാറാണ് അത് കണ്ടുപിടിക്കുന്നത്. ബസ്സിലൊരു സീനുണ്ട്. ബസ്സിനകത്തെ ഷോട്ട് എടുത്ത് വേറെ കുറച്ച് സീനിന് വേണ്ടി ക്യാമറയൊക്കെ മാറ്റി വെച്ചു. അതിനിടയിൽ കുറച്ച് സമയമുണ്ട്. ജൂനിയർ അപ്പോൾ ബാക്കിയുള്ള ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ബസ്സിൽ നിന്നിറങ്ങി. പക്ഷേ ഇവർ 2 പേരും ഇറങ്ങുന്നില്ല. ബസ്സിൽ തന്നെ ഇരിക്കുകയാണ്. സാധാരണ ആർട്ടിസ്റ്റുകൾ അങ്ങനെ ഇരിക്കാറില്ല. ഷോട്ട് കഴിഞ്ഞാൽ പോരുമല്ലോ. അതൊക്കെ എല്ലാവരും നോട്ട് ചെയ്യുന്നുണ്ട്. ഇവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ക്യാമറാമാൻ സുകുമാർ സൂം ലെൻസ് വെച്ച് നോക്കി. ലിപ്പൊന്നും മനസ്സിലാവില്ലെങ്കിലും ഇവർ സംസാരിക്കുന്നത് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. അവൻ ക്യാമറയിലൂടെ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ തന്നെ മനസ്സിലായി. പിന്നെ ഞങ്ങൾ അറിഞ്ഞതായിട്ടും ഭാവിച്ചില്ല. ബിജുവിന് ഇത് മനസ്സിലായി. പിന്നെ ബിജു ഇങ്ങനെ സിറ്റുവേഷൻ വരുമ്പോൾ ഒഴിഞ്ഞു മാറുകയാണ്. സംയുക്തമായി സംസാരിക്കുമ്പോൾ ഞാനും സുഖവും കൂടി തെറ്റിദ്ധരിക്കുമോ എന്ന് വെച്ച് മാറുകയായിരുന്നു. പക്ഷേ സിനിമ കഴിഞ്ഞപ്പോൾ മനസ്സിലായി ഇവർ തമ്മിൽ പ്രണയമാണെന്ന്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.